ഹായ് അന്തിപ്പ. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വീട്ടിലെ കാർപ്പറ്റ് ഞാൻ എങ്ങനെ തനിയെ കഴുകിയതെന്ന് പറയാനാണ് പോകുന്നത്. ഇത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ വീട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കാർപ്പറ്റ്സ് എല്ലാം ഞാൻ തനിയെ ഇരുന്നു ക്ലീൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഒത്തിരി പേര് എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്തത്, ഏത് ടൂൾ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ. അതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ റൂമിലെയും കാർപ്പറ്റ്സ് എടുത്ത് വെച്ച് ഞാൻ അങ്ങോട്ട് കഴുകി. അപ്പം അതൊരു ഭയങ്കര ഒരു പണിയായിരുന്നു. പക്ഷെ അതിലെ അഴുക്കൊക്കെ നല്ല വൃത്തിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കഴുകുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നില്ല, കാരണം ഇതിപ്പോൾ മഴക്കാലമാണ്, ഉണങ്ങാൻ യാതൊരു രക്ഷ ഉണ്ടാകത്തില്ല. അപ്പോൾ അതെങ്ങനെ ഞാൻ ചെയ്തു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് തന്നെ ഇവിടെ കിടക്കുന്ന കാർപ്പറ്റ്സ് ഞാൻ കാണിച്ചു തരാം ആദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ കൂടുതലും കിടക്കുന്ന ഇതുപോലെ കനം കുറഞ്ഞിട്ടുള്ള, അടിയിൽ റബ്ബറൊന്നുമല്ല, ഇങ്ങനെ തെന്നി തെന്നി പോകുന്ന ഇതാണ് കൂടുതലും കിടക്കുന്നത്. ഓക്കെ, പിന്നെ ഇതുപോലുള്ള ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള റഗ്. ഓക്കെ, പിന്നെ ഇതുപോലുള്ള കുറച്ച് അങ്ങനെ തെന്നിയൊന്നും പോകാത്ത അടി നല്ല കട്ടിയുള്ള കാർപ്പറ്റ്. പിന്നെ അതുപോലെ ഇതും അതുപോലെ കുറച്ച് ഫറൊക്കെ വരുന്ന ടൈപ്പാണ്. ഇതുമൊക്കെ ഏതാണ്ട് ഒരു 6-7 വർഷമായി. ഇപ്പൊ തൊട്ട് മുന്നേ കാണിച്ചല്ലാതെ ഇതും ഒക്കെ ഒരു 6-7 വർഷമായ കാർപ്പറ്റാണ്. ഇതൊക്കെ ഞാൻ ഈ കഴിഞ്ഞ മാസം ഞാനിത് കഴുകിയായിരുന്നു. അപ്പം അത് കഴുകാനായിട്ട് ഞാൻ യൂസ് ചെയ്തത് ഇങ്ങനൊരു ഡ്രില്ലിങ് മെഷീനാണ്. ഇത് എല്ലാവരുടെയും വീട്ടിലുണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷെ ഈ ഡ്രില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന അതിൻ്റെ കൂടെ നമുക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പം ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ ഒരു ഡ്രില്ലിങ് മെഷീനാണ്. ഇവിടെ നമ്മൾ പല ടൈപ്പിലുള്ള അറ്റാച്ച്മെൻറ്റ് വെച്ചിട്ടാണ് സ്ക്രൂ ചെയ്യുന്നതും അല്ലാണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സംഭവം ഇച്ചിരി പവർഫുള്ളാണ്. അപ്പം ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പം ഇതിന് നമുക്ക് ആമസോണിൽ നിന്ന് സെപ്പറേറ്റ് ഒരു അറ്റാച്ച്മെൻറ്റ് ബ്രഷ് വാങ്ങിക്കാൻ കിട്ടും. ഇതേതാണ്ട ഇതുപോലെ ഒരു സംഭവം വാങ്ങിക്കാൻ കിട്ടും. ഇത് നമ്മൾ അതിൽ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പം ഈ ബ്രഷ് ഇത് നമുക്ക് ബാത്റൂം ടൈല് കഴുകാനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിനാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം ഇതിനകത്ത് നമ്മളിത് ഫിറ്റ് ചെയ്തിട്ട് ടൈറ്റാക്കി വയ്ക്കാം നമുക്ക്. ഉണ്ടോ? അപ്പോൾ ഇത് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ കാർ പോർച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ടൈലൊക്കെ ഇട്ടതാണെങ്കിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ഞാനിവിടെ ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ കാർ പോർച്ച് അങ്ങനെ ടൈലിട്ടല്ല, സിമെൻറ്റ് തന്നെയാണ്. അപ്പോൾ മണ്ണ് അവിടുന്ന് ഇവിടുന്നൊക്കെ മഴ പെയ്യുമ്പോൾ ഉള്ള മണ്ണും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കഴുകുന്ന കാർപ്പറ്റിൽ വീണ്ടും മണ്ണൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് കാണുമല്ലോ, നമ്മുടെ കയ്യിൽ സാധനമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക്, അത് ഞാൻ കൂട്ടി യോജിപ്പിച്ച് കാർപ്പറ്റിന് കിടക്കാൻ പാകത്തിന് കുറച്ചും കൂടി വലുതായിട്ട് ചെയ്തെടുത്തു, തയ്ച്ചെടുത്തു. എന്നിട്ട് അത് അവിടെ ഫ്രണ്ടിൽ വിരിച്ചിട്ടു. ഏറ്റവും മുറ്റത്താണ് ഞാൻ വിരിച്ചിട്ടത്. മുറ്റത്ത് വിരിച്ചിട്ടിട്ട് അതിൽ പുറത്ത് കാർപ്പറ്റ് ഇട്ടു. കാർപ്പറ്റിൽ ആദ്യം ഞാൻ കുറേ ഒരു ബക്കറ്റോളം വെള്ളം എടുത്ത് ഒഴിച്ചിട്ട്, പിന്നെ ഇവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് എന്ത് സോപ്പി സൊല്യൂഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് സാരി ഷാമ്പു ഇല്ലേ, അതുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അത് ഒരു എക്സ്പയറി ഡേറ്റ് ആയതായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വെച്ച് കാർപ്പറ്റിൽ യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്തത്. അല്ലാതെ നിങ്ങൾക്ക് ലിക്വിഡ് അല്ലെങ്കിൽ സർഫോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് പിന്നെ ഇതിട്ട് ഞാൻ ഇങ്ങനെ പിടിക്കുക ചെയ്തത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തേച്ചൊരച്ച് കഴുകണ്ട, അതേ ഉള്ളൂ ഇതുകൊണ്ടുള്ളൊരു ഗുണം. അപ്പോൾ അതിട്ട് നല്ലോണം സോപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ കുറച്ച് കുനിഞ്ഞു നിന്ന് ചെയ്യണം. അപ്പോൾ ഫുള്ള് കാർപ്പറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ബാത്റൂമൊക്കെ വടിക്കുന്ന ഒരു ബ്രഷ് ഉണ്ടല്ലോ, ബ്രഷ് അല്ല ഇങ്ങനെ വൈപ്പർ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് അതിങ്ങനെ വടിച്ച് കളയും. അങ്ങനെ ഒരു 2-3 തവണ, മൊത്തം സോപ്പൊന്നും പോകത്തില്ല, ഒരു 2-3 തവണ അത് വടിച്ച് കളയുക ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞത് ഈ സാധനമാണ്. ഈ ഒരു വടിക്കുന്ന സാധനം വെച്ചിട്ട് നമ്മൾ വടിച്ച്, അതായത് വൺസ് ഇത് വെച്ച് വെള്ളം ഒഴിച്ചു, സോപ്പിട്ടു, ഈ ഒരു
ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സെറ്റ് വെള്ളം ഒഴിക്കുന്നു, ഇത് വെച്ച് അത് വടിച്ച് കളയുന്നു. അപ്പോൾ താഴെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കവറുണ്ടല്ലോ, സോ കൂടുതൽ അഴുക്കാകാൻ പോകുന്നില്ല. വീണ്ടും നമുക്കൊരു തൃപ്തിയാവുന്ന അത്രയും വെള്ളം ഒഴിക്കുന്നു, വടിച്ച് കളയുന്നു. അതാണ് ചെയ്തത്. പിന്നെ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ പമ്പ് ഉണ്ടെങ്കിൽ, എനിക്കിവിടെ പ്രഷർ പമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ അധികം യൂസ് ചെയ്തില്ല, കാരണം അത്രയ്ക്ക് എനിക്ക് ഫോഴ്സ് കിട്ടുന്നില്ലായിരുന്നു. സോ പ്രഷർ പമ്പ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് വെച്ച് വടിച്ച് കളയാവുന്നതാണ്. വൺസ് ഇത് വടിച്ചിട്ട് പിന്നെ നമുക്ക് പിഴിയാനൊന്നും പറ്റില്ല, കാരണം ഇതിലെ ഒരു കാർപ്പറ്റ് നമുക്ക് എടുത്തു വെച്ച് പിഴിയാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല. സോ അതുപോലെ ഞാൻ എടുത്ത് ഗേറ്റിലോട്ട് അങ്ങോട്ട് വിരിച്ചിടുക ചെയ്തത്. ഗേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ അഴയിലൊന്നും വിരിച്ചിടാൻ പറ്റില്ല, നല്ല കനമായിരിക്കും, എടുത്ത് പൊക്കാൻ തന്നെ പാടാ. പ്രത്യേകിച്ചും ഞാൻ അവസാനം കാണിച്ച 2 കാർപ്പറ്റ് അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ്. ബാക്കിയുള്ളതെല്ലാം അത്യാവശ്യം എനിക്ക് പൊക്കി എടുക്കാൻ പറ്റും. മറ്റത് ഒരു 2 പേരെങ്കിലും അല്ലാതെ നമുക്ക് പൊക്കാൻ പറ്റത്തില്ല. ഇവിടെ ആരും ഇല്ലാതെ ഞാൻ തന്നെ പൊക്കി എടുത്ത് വെച്ചത്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അത് പൊക്കി അഴയിലിടാൻ പറ്റില്ല, ഒന്നേ മതിലിലോട്ടോ അല്ലെങ്കിൽ ഗേറ്റിലോട്ടോ ഞാൻ ഇട്ടത് കേട്ടോ. അപ്പം ഗേറ്റിൽ കിടന്ന ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് ഒരുവിധം, പിന്നെ പിഴിയാനൊന്നും ഒക്കത്തില്ല, ഒരുവിധം വെള്ളമൊക്കെ ഇങ്ങനെ നല്ല വെയിലുണ്ടെങ്കിൽ നല്ലോണം വെള്ളമൊക്കെ വാർന്നു വരും. പിന്നെയും ഒരു ദിവസം 2 ദിവസം എങ്കിലും എടുക്കും, നല്ല വെയിലുണ്ടെങ്കിൽ പോലും 2 ദിവസം എടുക്കും ഈ കാർപ്പറ്റ് ഉണങ്ങി കിട്ടാനായിട്ട്. മീൻസ് ഉണങ്ങി കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ്. അപ്പോൾ ആദ്യം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കാർപ്പറ്റ് നശിച്ചു പോവുമോ എന്നൊക്കെ ഉള്ളത്, പക്ഷെ ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. നല്ല ഫറുള്ളതൊക്കെ അങ്ങനെ തന്നെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ അറ്റ് യുവർ ഓൺ റിസ്ക് ചെയ്യുക. നിങ്ങളുടെ അവിടുത്തെ കാർപ്പറ്റിൻ്റെ രീതി എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ ഇവിടെ ഉള്ളതൊക്കെ ഞാൻ കാണിച്ചു, കുറേയൊക്കെ കനം കുറഞ്ഞതാണ്, 2 എണ്ണേ ഉള്ളൂ കനം കൂടിയത്. അപ്പം അത് ഞാൻ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്തത്. അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയും അഴുക്കും എല്ലാം പോയി, ഭയങ്കര പുതിയ പോലെ ഒന്നുമല്ല എങ്കിലും ഇത്. അപ്പം ഇതിൻ്റെ ഐഡിയ എനിക്ക് കിട്ടിയത്, നമുക്ക് ഒത്തിരി വീഡിയോസ് ഉണ്ടല്ലോ, കാർപ്പറ്റ് ക്ലീനിങ് വീഡിയോസ് വെറുതെ നെറ്റിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി വീഡിയോസ് വരും. ഒത്തിരി പഴയ കാർപ്പറ്റൊക്കെ ക്ലീൻ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അത് ഒരു ഐഡിയ വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ ഈ തേച്ചൊരയ്ക്കാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമാണ് അതിനകത്ത് ഞാൻ ഫീൽ ചെയ്തത്. അവർ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് തേച്ചൊരച്ച് കഴുകാനായിട്ടൊരു സാധനം ഇല്ല. അപ്പോൾ അതിന് ഞാൻ ഈ ഒരു ടൂൾ യൂസ് ചെയ്തു എന്നുള്ളൂ. ഇത് ആമസോണിൽ നമുക്ക് ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ് കിട്ടും. ഡ്രില്ലിംഗ് മെഷീൻ വീട്ടിലുണ്ടെങ്കിൽ കാര്യം എളുപ്പമാണ്. മോസ്റ്റ്ലി ഇപ്പോൾ ഓൾമോസ്റ്റ് കുറേ പേരുടെയൊക്കെ വീട്ടിൽ ഡ്രില്ലിംഗ് മെഷീൻ കാണും. ഇതിൻ്റെ തന്നെ ചെറിയ വേർഷനുണ്ട്. ഇതൊക്കെ പലതരം ഡ്രില്ലിംഗ് മെഷീനാണ്, പക്ഷേ ഇതിൻ്റെ പവർ കുറവാണ്. അപ്പം ഇതിൽ നമുക്ക് ഈ അറ്റാച്ച്മെൻറ്റ് അറ്റാച്ച് ചെയ്യാമെന്നാണ്, പക്ഷെ ഇതിന് പവർ കുറവാണ്, ചെറുതാണ്. പിന്നെ ഇത് കുറച്ചും കൂടെ പവർ കൂടിയതാണ്, ഇതിൻ്റെ ബാറ്ററി മാറ്റി വെച്ചേക്കുക. അപ്പോൾ ഇതിലും അങ്ങനെ ഒരുവിധം എല്ലാ ഡ്രില്ലിംഗ് മെഷീനിലും ഈ അറ്റാച്ച്മെൻറ്റ് ഓക്കെ ആയിരിക്കും, അത് പിടിപ്പിക്കാൻ അറിഞ്ഞാൽ മതി. അപ്പോൾ ഇത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇത് നമുക്ക് കാർപ്പറ്റിന് മാത്രമല്ല, നമുക്ക് ഇപ്പം കുറച്ച് ഹാർഡായിട്ടുള്ള തറയിലാണെങ്കിലും കുറച്ച് കാര്യമായിട്ടുണ്ടെങ്കിലും നമുക്കിത് ക്ലീൻ ചെയ്യാൻ. അതുപോലെ ഇതിൽ സ്പോഞ്ച് അറ്റാച്ച് ചെയ്ത് വരുന്ന അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം പലതരം സാധനങ്ങളുണ്ട്. വെറുതെ നെറ്റിലിരുന്ന് സെർച്ച് ചെയ്തപ്പോൾ ആമസോണൊക്കെ തപ്പിയപ്പോൾ കിട്ടിയ സാധനമാണ് ഇത്. ശരിക്കും സോഫ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം എടുത്തത്. പക്ഷെ സോഫ ക്ലീനിങ് എന്ന് പറയുമ്പം സോഫയിൽ നമുക്ക് സോപ്പ് സൊല്യൂഷൻ ഒഴിച്ച് വെച്ച് ഇത് വെച്ച് ബ്രഷ് ചെയ്ത് വിട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മറ്റേ വെറ്റ് ആൻഡ് ഡ്രൈ വാക്യൂം ക്ലീനർ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കാം. പക്ഷേ അത് എത്രത്തോളം ഇത് ഓക്കെ ആവുമെന്ന് എനിക്കറിയില്ല. സാധാരണ സോഫ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് വെറുതെ യൂട്യൂബിൽ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടുന്ന അതുപോലെ നമുക്ക് അതും ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, കാരണം സോഫ ഭയങ്കരമായിട്ട് നനഞ്ഞ് പിന്നെ എനിക്കിത് പുറത്തോട്ട് എടുത്തുകൊണ്ട് പോയി വെയിലത്തിടാനോ അല്ലെങ്കിൽ ചീഞ്ഞെങ്ങാനും നാറിപ്പോയി കഴിഞ്ഞാൽ എന്താവും എന്നുള്ളതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അതും ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നമുക്ക് പുറത്തോട്ട് എടുത്തിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നൊരു അന്തരീക്ഷത്തിൽ വേണമെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒത്തിരി അഴുക്കായിട്ടുള്ള സോഫ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പം അത്രേ ഉള്ളൂ. ഇതിന് പക്ഷെ ബാറ്ററി വേണം നമുക്ക്. ബാറ്ററി ഇതിപ്പോൾ ഒരു പ്രാവശ്യം ചാർജ് ചെയ്തിട്ട് എനിക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ടാണെങ്കിൽ കുറേ ചെയ്യാൻ പറ്റും കേട്ടോ. കുറേ ഞാൻ ഒറ്റയടിക്ക് 6 കാർപ്പറ്റ്സ് ആണ് കഴുകിയത് ഒരു ദിവസം, പിന്നെ അടുത്ത ദിവസമാണ് ബാക്കി കഴുകിയത്. അപ്പം 6 കാർപ്പറ്റും കഴുകാനുള്ള ബാറ്ററി ഉണ്ടായിരുന്നു. ഇത് ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ ആണ്. അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അറ്റ് യുവർ ഓൺ റിസ്ക് ചെയ്യേണ്ടി വരും. എനിക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നി. എൻ്റെ ഇവിടുത്തെ ഒരുവിധപ്പെട്ട കാർപ്പറ്റ് എല്ലാം വൃത്തിയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കാണിച്ചു തരാം. അതായത് ഇതൊക്കെ ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്തതാണ്. ഈ ഒരു കാർപ്പറ്റ് ഇത് കളർ കാണണ്ട, കളർ ഓൾറെഡി നമ്മൾ കൂറ കളർ തന്നെയാണ് കാർപ്പറ്റ് എടുത്തേക്കുന്നത്, കാരണം അഴുക്കറിയാതിരിക്കാൻ. ഇതും അടുക്കളയിൽ ഇട്ടേക്കുന്നത്. ഇതൊക്കെ ഒരു 6-7 വർഷം പഴക്കമുള്ള കാർപ്പറ്റാണ്. ഇതിനൊക്കെ അങ്ങനെ വലിയ കനമൊന്നും ഇല്ലാത്തതാണ്. പക്ഷെ കനമുള്ളത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. ഇത് പുതിയതാണ്, ഇത് നമ്മൾ കഴുകിയിട്ടില്ല. പക്ഷെ ഇത് നല്ല കനമുള്ള കാർപ്പറ്റാണ്, എടുത്താൽ പൊങ്ങൂല. നമുക്ക് അല്ലാണ്ട് തന്നെ, അതായത് വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് പൊക്കാനുള്ള ഭയങ്കര പാടാ, അപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല.
ഇതൊക്കെ അങ്ങനെ കഴുകിയതാണ്, ഈ ഇടയ്ക്ക് കഴുകിയതാണ്. ഇതെല്ലാം നല്ല ക്ലീൻ ആയിട്ട് തന്നെ. പിന്നെ ഇതിന്റെ കളർ നോക്കേണ്ട, കളർ ഇങ്ങനെ തന്നെയുള്ള കളറാണ്. ഓക്കെ, ഈ കാണുന്നതാണ് എൻ്റെ വീടിൻ്റെ മുൻവശം. അപ്പോൾ ഇവിടെ ആ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടിട്ട് അതിൻ്റെ പുറത്ത് കാർപ്പറ്റ് ഇട്ടിട്ടാണ് ഞാൻ കഴുകിക്കൊണ്ടിരുന്നത്. കഴുകി കഴിഞ്ഞിട്ട് നേരെ, അതായത് അത്യാവശ്യം സോപ്പ് പോയി കഴിയുമ്പോൾ നേരെ ഞാൻ ആ ഗേറ്റിലോട്ടും പിന്നെ മതിലിലോട്ടുമാണ് വിരിച്ചിട്ടേക്കുന്നത്. ഒരു 2 ദിവസം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ആ ഉണങ്ങുന്ന സമയത്ത് ഒരു ചെറിയ സ്മെല്ലുണ്ടാകും, കാരണം ഒത്തിരി അഴുക്കുള്ളതല്ലേ. പക്ഷെ അത് ഒരു 2 ദിവസം കഴിയുമ്പം അത് മാറിക്കോളും, നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ അത് മാറിക്കോളും. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം.